അപ്പോൾ സാറിന്റെ ഡ്രീം ഹോം ബിൽഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ജോൺസ് കോൺസെപ്റ്റ്സിനെ ചൂസ് ചെയ്തത്? വീട് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ പണിയാം എന്നുള്ളൊരു ആശയം വന്നപ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മൾ റെഫറൻസുകൾ നോക്കിയിരുന്നു. കാരണം പലരുടെയും ഷോർട്ട് മിനിറ്റ് റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് ജോൺസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന പേര് നമുക്ക് ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. പിന്നെ റെഫറൻസ് നമ്പർ എടുത്ത് നമ്മൾ അവരെ ഒന്ന് വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ഭൂമിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ആ പോക്ക് തന്നെ നേരെ അവരുടെ ഓഫീസിലേക്കാണ് നമ്മൾ പോയത്. ഓഫീസിൽ ചെല്ലുകയും ഇതിൻ്റെ പ്രൊപ്പറേറ്ററായ ഷാനും പിന്നെ അവിടുത്തെ മാർക്കറ്റിംഗ് ടീമും ആർക്കിടെക്ട്സും അവിടുത്തെ ഇന്റേണൽ ടീമുകളായിട്ടെല്ലാം ഒരു മീറ്റിംഗ് അന്ന് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മീറ്റിംഗ് അന്ന് തന്നെ നമ്മൾ കൂടുകയും അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്തു പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് നമുക്ക് തോന്നുകയും നമ്മുടെ ആശയങ്ങൾക്കും കൺസെപ്റ്റുകൾക്കും അതിനുള്ള സ്പേസ് തന്ന് നമുക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ എക്സിക്യൂഷനും ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നതുകൊണ്ടാണ് നമ്മൾ ഇ വി ജോൺസിലേക്ക് എത്തിയത്.